നമസ്കാരം. മാധ്യമ സ്ഥാപനമായ മീഡിയ വൺ തനിക്കെതിരെ വധഭീഷണി ഉയർത്തുന്ന രീതിയിൽ ഡോഗ് വിസിലിംഗ് നടത്തുന്നുവെന്ന് ആരോപിച്ച് എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റും സ്വതന്ത്ര ചിന്തകനുമായ ആരിഫ് ഹുസൈൻ തെരുവത്ത് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും DGPക്കും പരാതി നൽകി. തന്റെ ജീവന് അതീവ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന കാര്യമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. തനിക്കെതിരെ ഉണ്ടാകാനിടയുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് മാനസികവും സാമൂഹികവുമായ ന്യായീകരണമൊരുക്കുന്നതാണ് മീഡിയ വണ്ണിന്റെ പുതിയ വീഡിയോകളെന്നാണ് പ്രധാന ആക്ഷേപം. മീഡിയ വൺ അടുത്തിടെ പുറത്തുവിട്ട 2 വീഡിയോകളിൽ തന്റെ പേരും ചിത്രവും വംശീയ അധിക്ഷേപങ്ങൾക്കും വിദ്വേഷ പ്രചരണങ്ങൾക്കും ഒപ്പം ചേർത്ത് വെച്ചതായി ആരിഫ് ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്ലാം മതത്തിലെ ആശയപരമായ പ്രശ്നങ്ങളെയും സ്ത്രീവിരുദ്ധതയെയും ജിഹാദിസത്തെയും യുക്തിപൂർവ്വം വിമർശിക്കുന്ന എക്സ് മുസ്ലിം ശബ്ദങ്ങളെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവർ, വർഗീയത വളർത്തുന്നവർ, മുസ്ലിം വിരോധികൾ എന്നിങ്ങനെ ചിത്രീകരിച്ച സമൂഹത്തിന് മുന്നിൽ വില്ലന്മാരാക്കാനാണ് ഈ വീഡിയോകളിലൂടെ ശ്രമിക്കുന്നത്. ഇത് സാധാരണ മാധ്യമ വിമർശനമല്ലെന്നും വിമർശകരെ അപകടകാരികളായി ചിത്രീകരിക്കുന്ന പഴയ ജിഹാദി തന്ത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ചോദ്യങ്ങൾ ഇസ്ലാമിക ആശയങ്ങളോടാണെങ്കിൽ അതിനെ മുസ്ലിം ജനവിഭാഗത്തോടുള്ള വിരോധമാക്കി തിരിച്ചുവിടുന്ന രീതിയാണ് ഇവിടെ കാണുന്നതെന്നും അദ്ദേഹം പരാതിയിൽ പറഞ്ഞു. കേരളത്തിലെ പഴയകാല ചരിത്ര സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നീക്കം അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്ന് പരാതിക്കാരൻ വ്യക്തമാക്കുന്നു. മതവിമർശനം നടത്തിയതിന്റെ പേരിൽ ചേകന്നൂർ മൗലവി ഇല്ലാതാക്കപ്പെട്ടതും പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയതും പോലുള്ള മുൻകാല അനുഭവങ്ങൾ കേരളത്തിലുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതിനു പുറമെ അന്താരാഷ്ട്ര തലത്തിൽ തിയോ വാൻഗോഗ്, സാമുവൽ പാറ്റി എന്നിവർ കൊല്ലപ്പെട്ടതും സൽമാൻ റുഷ്ദി ആക്രമിക്കപ്പെട്ടതും സമാനമായ സാഹചര്യങ്ങളാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യം വിമർശകനെ ഒറ്റപ്പെടുത്തുകയും പിന്നീട് സമൂഹത്തിന്റെ ശത്രുവായി പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷമാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കാറുള്ളത്. നാളെ ഏതെങ്കിലും മതഭ്രാന്തൻ ഈ മാധ്യമ ഭാഷ കേട്ട് തന്നെ ആക്രമിച്ചാൽ ആ ഭാഷ ഉപയോഗിച്ച മാധ്യമങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാനാവില്ലെന്ന് ആരിഫ് മുന്നറിയിപ്പ് നൽകുന്നു. മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ചും ശക്തമായ വിമർശനം പരാതിയിലുണ്ട്. TS ശ്യാംകുമാറോ സണ്ണി കപ്പിക്കാടോ ഒക്കെ ഹിന്ദു സാമൂഹിക ഘടനകളെയും മനുസ്മൃതിയെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ മാധ്യമങ്ങളിൽ ഹിന്ദു ഫോബിയ അലാറം മുഴങ്ങാറില്ല. എന്നാൽ ഒരു എക്സ് മുസ്ലിം ഇസ്ലാമിനെ വിമർശിച്ചാൽ പെട്ടെന്ന് പ്ലൂറലിസത്തിന്റെ പേരിൽ മാധ്യമങ്ങൾക്ക് അസ്വസ്ഥത തുടരും. മുസ്ലിം ഒരു മനുഷ്യനാണെന്നും ഇസ്ലാം ഒരു ആശയമാണെന്നും തിരിച്ചറിയണം. മനുഷ്യരെ സംരക്ഷിക്കുകയും ആശയങ്ങളെ കർശനമായി പരിശോധിക്കുകയാണ് വേണ്ടതെന്നും ആരിഫ് പറയുന്നു. തന്റെ ജീവന് ഭീഷണിയുള്ള ഈ സാഹചര്യത്തിൽ കേരള പോലീസും ഇന്റലിജൻസ് സംവിധാനങ്ങളും അടിയന്തരമായി ഇടപെടണമെന്നാണ് ആരിഫിന്റെ ആവശ്യം. പരാതിയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഭീഷണി കൃത്യമായി വിലയിരുത്തണമെന്നും ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സൈബർ സെൽ മുഖേന ഈ വീഡിയോകളുടെ ഡിജിറ്റൽ തെളിവുകളും കമന്റുകളും ശേഖരിക്കണമെന്നും വിദ്വേഷം പടർത്താൻ ശ്രമിച്ച മാധ്യമ സ്ഥാപനത്തിന് നോട്ടീസ് അയക്കണമെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. ഭയന്ന് പിന്മാറാൻ താൻ തയ്യാറല്ലെന്നും കൂടുതൽ ശക്തമായ തെളിവുകളോടെ ഇസ്ലാമിക ആശയങ്ങളെ തുടർന്നും വിമർശിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ആരിഫ് പരാതി അതിന്റെ പൂർണ്ണ രൂപം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലടക്കം നൽകിയിട്ടുണ്ട്.